പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകൾ. ഇന്ത്യയുടെ MFN പദവി സ്വിറ്റ്സർലൻഡ് താൽക്കാലികമായി നിർത്തിവെച്ചു. സ്വിറ്റ്സർലൻഡിലുള്ള ഇന്ത്യൻ കമ്പനികൾക്ക് ഉയർന്ന നികുതി നിരക്കുകൾ നേരിടേണ്ടി വരും. സ്വിറ്റ്സർലൻഡ് നൽകിയ മോസ്റ്റ് ഫേവേർഡ് നേഷൻ പദവി ജനുവരി 1 മുതലാണ് ഇന്ത്യക്ക് നഷ്ടമാവുക. സ്വിസ് ബഹിരാഷ്ട്ര കമ്പനിയായ നെസ്ലയുമായുള്ള നികുതി തർക്കവുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ സുപ്രീം കോടതിയുടെ പ്രതികൂല വിധിയെ തുടർന്നാണ് ഈ തീരുമാനം. സ്വിറ്റ്സർലൻഡ് 2025 മുതൽ ഇന്ത്യയുമായുള്ള ഇരട്ട നികുതി ഒഴിവാക്കൽ കരാറിലെ ഒരു പ്രധാന നികുതി വ്യവസ്ഥ താൽക്കാലികമായി നിർത്തും. ഇത് അവിടെ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ കമ്പനികളുടെ ഡിവിഡന്റ് വരുമാനത്തെ ബാധിക്കും. ഡിവിഡന്റുകളുടെ 10% തടഞ്ഞുവെക്കൽ നികുതി MFN പദവി പിൻവലിക്കുന്നതിന്റെ നേരിട്ടുള്ള അനന്തരഫലമാണ്. ഈ മാറ്റം സ്വിറ്റ്സർലൻഡിൽ സാമ്പത്തിക, ഉൽപാദനം, സാങ്കേതിക മേഖലകൾ എന്നിവയുൾപ്പെടെ കാര്യമായ ഇടപാടുകളുള്ള ഇന്ത്യൻ ബിസിനസ്സുകളുടെ വിശാലമായ ശ്രേണിയെ ബാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂറോപ്യൻ FTAയ്ക്ക് കീഴിലുള്ള $100 ബില്യൺ കൂടുതലുള്ള നിക്ഷേപങ്ങളെ ഇത് ബാധിച്ചേക്കാം. എന്നിരുന്നാലും 2018-2024 നികുതി വർഷങ്ങളിലെ വരുമാനത്തെ ഈ മാറ്റം ബാധിക്കില്ലെന്ന് സ്വിറ്റ്സർലൻഡ് പറഞ്ഞു. മാർച്ചിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച യൂറോപ്യൻ സ്വതന്ത്ര വ്യാപാര കരാറിന് കീഴിലുള്ള $100 ബില്യൺ നിക്ഷേപത്തിന് ഈ നീക്കം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിദഗ്ധർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി തീരുവ കുറയ്ക്കണമെന്ന് യൂറോപ്യൻ യൂണിയൻ. ഇന്ത്യക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി തീരുവ കുറയ്ക്കാനാണ് നീക്കം. ചില ICT ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കാൻ യൂറോപ്യൻ യൂണിയൻ ഇന്ത്യയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. 2025 ഫെബ്രുവരി 10-നകം ഇതിന് ഇന്ത്യ മറുപടി നൽകണം. അല്ലാത്തപക്ഷം EUവിൽ നിന്ന് ഏകപക്ഷീയമായ നടപടി നേരിടേണ്ടി വരും. മൊബൈൽ ഫോണുകൾക്കും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾക്കും മറ്റ് ICT ചരക്കുകൾക്കുമെതിരെ ഇന്ത്യ ചുമത്തിയ തീരുവയ്ക്കെതിരെ കഴിഞ്ഞ വർഷം വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വിധി പുറപ്പെടുവിച്ചിരുന്നു. വിധിക്കെതിരെ ഇന്ത്യ അപ്പീൽ നൽകിയിരുന്നു. യൂറോപ്യൻ യൂണിയനും ഇന്ത്യയും തമ്മിൽ പരസ്പരം തൃപ്തികരമായ ഒരു പരിഹാരം കണ്ടെത്തണമെന്നാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കുവൈറ്റിലേക്കുള്ള സന്ദർശക വിസ ഫീസ് നിരക്ക് കൂട്ടിയേക്കും. നിലവിൽ 3 ദിനാറാണ് രാജ്യത്ത് സന്ദർശന വിസയ്ക്ക് ഈടാക്കുന്നത്. സന്ദർശന വിസ ഫീസ് നിരക്ക് ഉയർത്തുന്നത് സംബന്ധിച്ച് ആഭ്യന്തര മന്ത്രാലയ സമിതി അവലോകനം നടത്തിവരികയാണെന്ന് റെസിഡൻസി ആൻഡ് നാഷണാലിറ്റി അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി മേജർ ജനറൽ അലി അൽ അദാനി പറഞ്ഞു. 3 ദിനാറാണ് നിലവിൽ സന്ദർശന വിസയ്ക്ക് ഈടാക്കുന്നത്. സന്ദർശന വിസയ്ക്കായി ചില രാജ്യങ്ങൾ 70 ദിനാറും അതിൽ കൂടുതലും ഈടാക്കുന്നുണ്ടെന്നും കുവൈറ്റ് ഈടാക്കുന്നത് ചെറിയ തുകയാണെന്നും അലി അൽ അദാനി പറഞ്ഞു. അടുത്തിടെ അവതരിപ്പിച്ച റെസിഡൻസി നിയമത്തിന്റെ ഭാഗമായി വിദേശികളുടെ വിസ നടപടികളിലും വിസ കാലാവധിയിലും മാറ്റം വരുത്തിയിട്ടുണ്ട്. പ്രവാസികൾക്ക് 5 വർഷം വരെ താമസാനുമതി ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാടുകടത്തലിന് US സാക്ഷ്യം വഹിക്കും. രേഖകളില്ലാത്ത 18,000 ഇന്ത്യക്കാർ USൽ നിന്ന് നാടുകടത്തപ്പെടുമെന്ന് ട്രംപ്. അടുത്ത മാസം ട്രംപ് അധികാരമേറ്റാലുടൻ അനധികൃത കുടിയേറ്റക്കാരെ നാടുകടത്തുന്നതിനായിരിക്കും പ്രഥമ പരിഗണന നൽകുക. ജനുവരി 20-നായിരിക്കും ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരമേൽക്കുക. US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഇമിഗ്രേഷൻ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. 1.45 ദശലക്ഷം ആളുകളുടെ പേര് ചേർത്തുള്ള പട്ടികയാണ് US ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടിക പ്രകാരം 18,000 ഇന്ത്യക്കാരാണ് രേഖകളില്ലാതെ USൽ കഴിയുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 7,25,000 ആളുകളാണ് USലുള്ളത്. ഇക്കഴിഞ്ഞ നവംബറിൽ പുറത്തുവന്ന റിപ്പോർട്ട് പ്രകാരം 17,940 ഇന്ത്യക്കാരാണ് നാടുകടത്തിൽ കാത്തിരിക്കുന്നത്. കൂടുതലും പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണെന്നാണ് സൂചന. USൽ മെക്സിക്കൻ കുടിയേറ്റക്കാരാണ് ഏറ്റവും അധികമുള്ളത്. രണ്ടാമത് എൽ സാൽവഡോറും മൂന്നാമത് ഇന്ത്യയുമാണ്. രേഖകളില്ലാതെ രാജ്യത്ത് കഴിയുന്ന 100ഓളം ഇന്ത്യക്കാരെ കഴിഞ്ഞ ഒക്ടോബറിൽ അമേരിക്ക തിരിച്ചയച്ചിരുന്നു. 2003-2004 സാമ്പത്തിക വർഷത്തിൽ മാത്രം 1,100ഓളം ഇന്ത്യക്കാരെ US തിരികെ അയച്ചിട്ടുണ്ട്. ഇന്ത്യൻ സർക്കാരിന്റെ സഹകരണത്തോടെയായിരുന്നു നടപടി. എന്നാൽ നാടുകടത്തലിന് ഇന്ത്യ വേണ്ടത്ര പിന്തുണ നൽകുന്നില്ലെന്ന് USന് പരാതിയുണ്ട്. പലതവണയും പ്രഖ്യാപിച്ച നാടുകടത്തൽ പദ്ധതികൾ നീണ്ടുപോകുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദുബായ് ഗ്ലോബൽ വില്ലേജിൽ കുടുംബങ്ങൾക്ക് പ്രത്യേക ഓഫർ പ്രഖ്യാപിച്ചു. ശൈത്യകാല അവധി തുടങ്ങുന്നതിനാലാണ് പുതിയ ഓഫർ നൽകുന്നത്. UAEയിൽ ശൈത്യകാല അവധി തുടങ്ങുന്നതിനാൽ കുടുംബങ്ങൾക്ക് പുതിയ ടിക്കറ്റ് ഓഫർ പ്രഖ്യാപിച്ച ഗ്ലോബൽ വില്ലേജ്. 399 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്.
ഗ്ലോബൽ വില്ലേജിലേക്ക് ഏത് ദിവസവും പ്രവേശിക്കാവുന്ന 4 ടിക്കറ്റുകൾ, കാർണിവലിലെ റൈഡുകൾക്കും ഗെയിമുകൾക്കും ഉപയോഗിക്കാവുന്ന 400 പോയിന്റുകളുള്ള ഒരു വണ്ടർ പാസ്, ജനപ്രിയമായ അറേബ്യൻ നൈറ്റ് ബൗൺസ് പാലസ് അല്ലെങ്കിൽ ഫെസ്റ്റിവൽ വീൽ എന്നീ റൈഡുകളിൽ ഏതെങ്കിലും ഒന്നിൽ സൗജന്യ പ്രവേശനം എന്നിവയാണ് ഒരു ഫാമിലി പാസിൽ ലഭ്യമാവുക. ഗ്ലോബൽ വില്ലേജിന്റെ കൗണ്ടറുകളിൽ നിന്ന് ടിക്കറ്റുകൾ വാങ്ങാം. നിയോൺ ഗാലക്സി എക്സ് ചലഞ്ച് സോൺ സന്ദർശിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ സാഹസിക പാസ് പ്രയോജനപ്പെടുത്താം. 79 ദിർഹമാണ് ടിക്കറ്റ് നിരക്ക്. ഇതിൽ ഒരു പൊതുപ്രവേശന ടിക്കറ്റ്, നിയോൺ ഗാലക്സി എക്സ് ചലഞ്ച് സോണിലെ എല്ലാ സാഹസിക വിനോദങ്ങളും ആസ്വദിക്കുന്നതിനുള്ള ഒരു ദിവസത്തെ പ്രവേശനം എന്നിവ ഉൾപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV.